വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ഇലക്ഷൻ തന്നെയാണ് ഇപ്പോൾ നടന്നത്. അതിന്റെ റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കരയിൽ യു പ്രദീപും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാലക്കാട് തെരഞ്ഞെടുപ്പ് തന്നെയാണ് അവിടെ യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ഹീറോ ആയി മാറിയത് സന്ദീപ് വാര്യർ മാത്രമാണെന്ന് പറയേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം പാലക്കാട് നമുക്കറിയാം BJP-ക്കാരുടെ ഒരു കോട്ട ആണെന്ന് തന്നെ പറയാമായിരുന്നു ഇതുവരെ പാലക്കാട്. എന്നാൽ ആ കോട്ടയെ അടിത്തറ ഇളക്കിക്കൊണ്ട് സന്ദീപ് വാര്യരുടെ വരവോടുകൂടി ഒപ്പം തന്നെ അവിടുത്തെയുള്ള UDF നേതാക്കളുടെയും അണികളുടെയും പ്രവർത്തനത്തിന്റെ ഫലമായി അവിടെ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. തീർച്ചയായും അഭിനന്ദനാർഹമായ വിജയം തന്നെയാണ്. ഒരുപക്ഷെ കേരള സമൂഹം ആഗ്രഹിച്ച, കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിച്ച ഒരു വിജയം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ലഭിച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വർഗീയ ശക്തിയായ BJP-യും ഒപ്പം തന്നെ അവരോടൊപ്പം ചേർന്ന് CPM-ഉം വർഗീയത പ്രചരിപ്പിച്ചിരുന്നു. ഇലക്ഷന്റെ തലേ ദിവസത്തെ നിശബ്ദ പ്രചാരണത്തിൽ പോലും സുപ്രഭാതത്തിലും അതുപോലെ തന്നെ സിറാജ് എന്ന 2 പത്രങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു വർഗീയ പ്രചരണ പത്രപരസ്യം അവർ കൊടുത്തിരുന്നു. അതൊക്കെ തന്നെയും ഏറ്റവും വലിയ തിരിച്ചടിയായി അവിടുത്തെ CPM-നും അതുപോലെ തന്നെ BJP-ക്കും നേരിട്ടു എന്നുള്ളതിന്റെ ഒരു യാഥാർത്ഥ്യത്തിന്റെ തെളിവ് കൂടിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം എന്ന് നമുക്ക് പറയേണ്ടി വരും, നമുക്ക് അങ്ങനെ അനുമാനിക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ 18,699 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്, റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ചിരിക്കുന്നത്. അതായത് സന്ദീപ് വാര്യരുടെ വരവോടുകൂടി അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. സന്ദീപ് വാര്യരുടെ നിലപാട് മാറ്റം ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തിയിൽ നിന്നും മതേതര ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്നും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ അതുപോലെ തന്നെ അതൊക്കെയും ഏറ്റവും കൂടുതൽ അവിടെ സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായും സന്ദീപ് വാര്യരുടെ വരവ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് തിളക്കം ഏകിയിരിക്കുന്നു എന്ന് പറയാതെ നിവൃത്തിയില്ല. തീർച്ചയായും അവിടെ നമുക്ക് എടുത്തു പറയേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് CPM-ന്റെയും അതുപോലെ തന്നെ CPM സ്ഥാനാർത്ഥിയെ സരിന്റെ കാര്യം കൂടി നമുക്ക് എടുത്ത് പറയേണ്ടി വരും. നമുക്കറിയാം അദ്ദേഹം ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അതിന്റെ ഒരു മാന്യതയ്ക്ക് വിട്ടുള്ള പ്രചരണങ്ങളായിരുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അവസാന നിമിഷത്തിൽ പോലും ചില വർഗീയ പരാമർശങ്ങൾ നടത്തുകയും അത് മാത്രമല്ല അവിടെ വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ തന്നെ സന്ദീപ് വാര്യരെയൊക്കെ കുടുംബത്തിൽ കയറിപ്പോലും അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം അവിടെ നടത്തിയിരുന്നു. അതിനൊക്കെ ഏറ്റവും വലിയ തിരിച്ചടി പാലക്കാട് ജനത അവിടെ അവർക്ക് കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അടുത്ത കാലത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് വർഗീയ ശക്തിയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ചേർന്നുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന ചില നേതാക്കളും ചേർന്നുകൊണ്ട് ഇവിടെയുള്ള ഒത്തുകളികളൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. അതിനൊക്കെയുള്ള കനത്ത തിരിച്ചടിയാണ്. ഇനി മേലാൽ ആവർത്തിക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് പാലക്കാട് ജനങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിലൂടെ കേരള സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിന് കാണിച്ചു തരുന്നത്. തീർച്ചയായും ഈ ഒരു വിജയം കോൺഗ്രസിന് ഏറെ പ്രതീക്ഷ നൽകുന്നു. 18,699 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെ വിജയം കോൺഗ്രസിന് ഏറെ പ്രതീക്ഷ നൽകിയിരിക്കുന്നു. തീർച്ചയായും വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 5 ലക്ഷത്തിനടുപ്പിച്ചുള്ള ഭൂരിപക്ഷത്തിലാണ് അവിടെ പ്രിയങ്ക ഗാന്ധി വിജയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഓരോ ഇലക്ഷൻ കഴിയുന്നതോറും കോൺഗ്രസിന്റെ അടിത്തറ, കോൺഗ്രസിന്റെ വോട്ട് വിഹിതം വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ തന്നെ നമുക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ശ്രീ ഗോവിന്ദൻ, CPM-ന്റെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ ഗോവിന്ദൻ ഇപ്പോൾ പോലും പറയുന്നത് പാലക്കാട് വിജയം അവിടെയുള്ള വർഗീയ ശക്തികളുടെ, അതായത് SDPI അതുപോലെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള മുസ്ലിം സംഘടനകളുടെ, മുസ്ലിം വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കടുത്ത പ്രസ്താവന വീണ്ടും ഒരു വർഗീയ പരാമർശങ്ങൾ ശ്രീ ഗോവിന്ദൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വർഗീയ പ്രസ്താവനകൾക്കും വർഗീയതയ്ക്കും ഒക്കെ എതിരായ ഒരു ജനവിധിയാണ് ഇപ്പോൾ പാലക്കാട് ജനങ്ങൾ ഇവർക്ക് കൊടുത്തത്. എന്നിട്ട് പോലും ആ തോൽവിയിൽ നിന്ന് പോലും ഇവർ പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും BJP-യേക്കാൾ ശക്തിയായ രീതിയിൽ ഞങ്ങൾ മത്സരിക്കുകയാണ്, BJP CPM തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരാണ് ഇത് വർഗീയ ശക്തി എന്നുള്ള മത്സരം എന്ന് നമുക്ക് തോന്നിക്കുന്ന വിധമാണ് ശ്രീ ഗോവിന്ദന്റെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ. തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ ഇലക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വർഗീയ ശക്തികൾക്കും വർഗീയ ശക്തിയോട് കൂട്ടുപിടിക്കുന്നവർക്കും ഇവിടെ വിജയിക്കാൻ കഴിയില്ല. അതിന് നോക്കണ്ട എന്ന ഒരു ശക്തമായ താക്കീത് കൂടിയാണ് പാലക്കാടിന്റെ ജനങ്ങൾ ഈ ഇലക്ഷനിലൂടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ അദ്ദേഹത്തിന്റെ വിജയത്തിലൂടെ നമ്മുടെ കേരള സമൂഹത്തിന് കാണിച്ചു തരുന്നത്. തീർച്ചയായും ഇതൊക്കെ ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും വർഗീയ ശക്തി കൂട്ടുപിടിച്ചോ അല്ലെങ്കിൽ വർഗീയത കൊണ്ടോ ഇവിടെ വിജയിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ മണ്ണിൽ അതിനുള്ള വിളവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ഇവർക്കൊക്കെ നാളെ ഇവിടെ നിലനിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇതുപോലെ നിലം പരിശായി പോകും എന്ന് മാത്രമാണ് പറയാനുള്ളത്.